ഒരു നിമിഷം എന്തുകൊണ്ടും ഈ ഒരു ടൂർണമെന്റിന് ഇത്രമേൽ നടന്നു തീർക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ നാമം 2 വർഷക്കാലം വിദേശ രാജ്യത്ത് നിൽക്കുമ്പോൾ പോലും തന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാതിരിക്കുമ്പോഴും അദ്ദേഹം ആദ്യം അന്വേഷിക്കുന്നത് നാട്ടിലെ ക്രിക്കറ്റ് എന്തായി, എന്റെ ക്രിക്കറ്റ് കൂട്ടുകാരെന്തായി എന്നായിരുന്നു. അത്രമേൽ ക്രിക്കറ്റിനെ ഇടനെഞ്ചിൽ സ്നേഹിച്ച കുച്ചാപ്പി എന്ന ഈ കോട്ടയംകാരൻ, ഈ പാമ്പാടിക്കാരൻ ഒരുപക്ഷെ ഈ ഒരു നിമിഷം ഇന്ന് ഈ ഗ്രൗണ്ടിൽ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും അനുജത്തിയും ഒപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഈ ഒരു ഗ്രൗണ്ടിനെ ഇത്രമേൽ ഭംഗിയാക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ഒരു ടൂർണമെന്റിന്റെ ക്വാളിറ്റി. ഈ കളിക്കുന്ന ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ ഓരോരുത്തരുടെയും ജേഴ്സിയുടെ പിറകിലുള്ള ആ നാമം കൊച്ചാപ്പി എന്ന ആ ഒരു നാമം, അതാണ് ഇന്ന് ഈ ടൂർണമെന്റ് RPL പ്രീമിയർ ലീഗിന്റെ 4ാമത് എഡിഷൻ ഇവിടെ നടത്തുവാൻ കാരണം. നമ്മളിൽ ഒരാളായി നമ്മളിൽ നിന്ന് വിട്ടുപോയ കൊച്ചാപ്പിയെ ഓർക്കുവാൻ ഈ ഒരു ടൂർണമെന്റിന്റെ ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ തുടങ്ങുവാൻ സാധ്യമാകില്ല. അതുകൊണ്ട് പ്ലീസ് എവ്രിവൺ, ഈച്ച് ആൻഡ് എവരിവൺ, ഒരൊറ്റ നിമിഷം, ഒരേ ഒരു നിമിഷം നിങ്ങളുടെ ഒരു നിമിഷം ഞങ്ങൾ ചോദിക്കുകയാണ്. ഒരൊറ്റ മിനിറ്റ്, ഒരു നിമിഷം ഒന്ന് മൗനം ആചരിച്ചുകൊണ്ട് നമുക്ക് ഈ ടൂർണമെന്റിന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് വരാം. ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന എല്ലാവരും നമ്മളുടെ കൊച്ചാപ്പിക്ക് വേണ്ടി ഒരു നിമിഷം, അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ വിളിപാടകരെ പോയപ്പോൾ ഒരു നിമിഷം ഒന്ന് മൗനം, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഒരുപാട് സങ്കടങ്ങൾ കണ്ണീരായി ഈ ഗ്രൗണ്ടിൽ ഒഴുകുകയാണ് ഈ ഒരു നിമിഷം. RIT ഗ്രൗണ്ടിൽ ലെജൻഡ്സ് എന്ന ഈ ഒരു നാമം ഏറ്റവും കൂടുതലായി നാളത്തെ ക്രിക്കറ്റ് കളിക്കാർ വാഴ്ത്തപ്പെടണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ ഇന്ന് ദൈവത്തിന്റെ വിളിപാടകലെ പോകുമ്പോൾ ഒരുപക്ഷെ ഇന്നിവിടെ കമന്ററി ബോക്സിൽ എനിക്ക് പോലും ഈ ഒരു നിമിഷം ഇത്രമേൽ സങ്കടകരമായി നിൽക്കുന്നു, കണ്ണീരൊഴുക്കേണ്ടി വരുന്ന നിമിഷം. അത്രമേൽ വലുതായിരുന്നു അദ്ദേഹത്തിന്റെ സ്നേഹവും അദ്ദേഹത്തിന്റെ കടപ്പാടുകളും. കണ്ണീരൊഴുക്കാതെ ഈ ഒരു നിമിഷത്തെ ഞങ്ങൾക്ക് ഓർക്കുവാൻ കഴിയുകയില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടൂർണമെന്റിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കാം. നിങ്ങൾ കാത്തിരുന്ന ഗ്രാൻഡ് ഫിനാലെയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്രമേൽ സങ്കടകരമാക്കിയതിൽ പക്ഷെ നമുക്ക് പറയാതെ തുടങ്ങുവാൻ കഴിയില്ല. അതുകൊണ്ട് പറഞ്ഞു പോയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ ഒരു നിമിഷം അത്രമേൽ സങ്കടകരമാണ്. ആൻഡ് സോറി ഫോർ ദ മൊമെന്റ്. We are going on to the grand finale. ഗംഭീരമായ മുഹൂർത്തങ്ങൾ ഓരോന്നും നടന്നു തീരുമ്പോൾ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള കേരളത്തിലെ കൊമ്പന്മാരെ അണിനിരത്തി നടന്ന സീസൺ 4ന്റെ പ്രൗഢഗംഭീരമായ മുഹൂർത്തങ്ങൾ ഓരോന്നും നടന്നു തീരുമ്പോൾ കേരളത്തിന്റെ അങ്ങേയറ്റം നടന്ന ടൂർണമെന്റിന്റെ പ്രൗഢഗംഭീരമായ ഗ്രാൻഡ് ഫിനാലയിലേക്ക് RIT ലെജൻഡ്സും ഒപ്പം മിറാക്കിൾസ് സെന്റകരെയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ജിജി ആശാനും ഷിജിലിപ്പയും ഒപ്പം സന്ദീപും ഒക്കെ അണിനിരക്കുന്ന കുക്കുവും ഒക്കെ അണിനിരക്കുന്ന പ്രൗഢഗംഭീരമായ മുഹൂർത്തങ്ങൾ ഇത്രമേൽ കളറാക്കി മാറ്റുന്നതില്ല ഒരുപാട് സന്തോഷത്തിന്റെയും സ്വപ്നങ്ങളുടെയും കണ്ണീരിന്റെയും കഥകൾ പറഞ്ഞു തീർത്ത ഈ ഒരു നിമിഷം, അതെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പിരിഞ്ഞു പോയ ഞങ്ങളുടെ ആ വലിയ വ്യക്തി കൊച്ചാപ്പി ആ ഒരു നിമിഷം ഒരിക്കൽ കൂടി ഇത്രമേൽ കളറാക്കി മാറ്റുന്നുണ്ടെങ്കിൽ RIT Legends, they are completely in this round. Everyone's know who is Kochapi. That's why the tournament here. That's why the man hearing the all in the behind this tournament. And RIT Legends, I want to... Okay. 3, 2, 1. Fight! 1. Fight! Steffi will join. Steffi, tell me something about this tournament and something about these matches. All are done fantastically, and you can tell me something about 2 words. Yeah, so I feel that today's match, day 2, is an amazing, going pretty much well, and I am really happy for my team and all the Icon players who are playing for my team. Especially all the players, it's a great moment for us, especially for my brother in the heavens who's seeing the match. I'm really happy to be a part of this, and it's a great moment for me. Ball number 1. Archie clicks. Oh my goodness. അദ്ദേഹത്തിന്റെ കാലിലെ പരിക്കൊരു പക്ഷെ തന്റെ ടീമിനായി മാത്രമല്ല, താൻ കളിച്ചത് ഇതുവരെയെല്ലാം ഒരു ട്രോഫിക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ ഈ നിമിഷം അകാലത്തിൽ പിരിഞ്ഞുപോയ ഒരു മനുഷ്യന് വേണ്ടി അദ്ദേഹം ഇത്രമേൽ പണിയെടുക്കുന്നു. അബുദാബിയിൽ നിന്ന് നേരെ കാസർഗോഡേക്ക്, അവിടെ നിന്ന് നേരെ ഇങ്ങ് കോട്ടയത്തിലേക്ക്, ഉറക്കം പോലുമില്ലാത്ത യാത്രയിൽ കൊച്ചാപ്പിക്കായി ആ കിരീടത്തിന്റെ അരികിലെത്തി നിൽക്കുന്ന ഫിനാലെ. And Manchesi into the striking end. Sujilipa with the ball. Ball number 2.
2. Oh, that's overheight. Overheight from the man Sijilupa. That's really delivery coming up. Haha, the cheer girls in the ground. Cheer boys in the ground. Beautiful one, Sijilupa, the cutter. Oh my goodness, please have that on us, please. Oh, that's big swing, not connected. Oh, beautiful. Outstanding effort from the man. That's playing like a champion, this man, Sijilupa. Outstanding to watch out in this ground. On this ground. Full toss, that's beautiful. Another brilliant from this. That's perfect one. Another beauty. Another excellent one from the man Sijilupa. One more to go. One more to go. What a crowd in this evening. Once again, welcome all of you and very good evening to everyone. Beauty. What a delivery from the man Sijilupa. കേൾവി കേട്ട കേരളത്തിന്റെ മാന്ത്രിക കരങ്ങളുടെ മായാജാലം തീർക്കുകയാണ് Sijilupa എന്ന മാന്ത്രികൻ. ഒരു ഗോപികാത മുതുകാരനെ പോലെ ക്രിക്കറ്റിന്റെ പല പുസ്തക പാഠങ്ങൾ മുഴുവൻ അടിച്ച് അംഗച്ചുവടുകളിൽ ഓരോന്ന് വെച്ചെടുത്തതിന്റെ ആത്മവിശ്വാസം ഒരിക്കൽ കൂടി ഈ ഒരു ക്രിക്കറ്റിന്റെ വേദിയിൽ RIT ലെജൻസിനായി വിരുന്നൊരുക്കുമ്പോൾ end of the over number 1, end of the Sijilupa's bowling spell. 5 for 1. End of the Osova. 5 റൺസിന് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ആദ്യ ഓവർ പൂർത്തിയാകുന്നു. ഒരുപക്ഷെ കോട്ടയത്തിന്റെ പാമ്പാടിയുടെ നഗരിയിലെ ക്രിക്കറ്റ് ആരാധകർ മുഴുവനായി ഇന്ന് ഈ ഒരു RIT കോളേജിന്റെ നഗരങ്ങളിൽ തങ്ങളുടെ ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കുടുംബത്തിനോടൊപ്പം ചേർക്കേണ്ട ഒരു ദിവസത്തെ മുഴുവൻ കളറാക്കി മാറ്റുന്നതിനും അപ്പുറം ക്രിക്കറ്റ് കാണുവാൻ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയ പാമ്പാടിയുടെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് ഹൃദയത്തിൽ നിറഞ്ഞൊരു ബിഗ് salute and back to the game of the second innings. Back to the game of the second over. New batter walking into the middle. Waihi walking into the middle. Full toss, dancing into the skies and that's landed outside the boundary line. ചിതറുകയാണ്, തെറിക്കുകയാണ്, ചിന്തകളും ബാറ്റിൽ തട്ടിത്തെറിക്കുന്ന ബോളും. A lefty connected its ball. Rupert Nair, the man connected for maximum. The first one from the blade of Rupert. നോട്ടുകെട്ടുകൾ എണ്ണിത്തീർക്കുന്ന രൂപക്കിന്റെ ബാറ്റിൽ നിന്നും ചില്ലറകളായി സിംഗിൾസും നോട്ടുകളായി സിക്സറും പിറക്കുന്നു. Shot number 2 into the skies. That's landed safe for hands. Beautiful. What a time to break the shackles against the team. Wicket number 1 down. What a thriller. First wicket down. Sophie, tell me. It's an amazing catch it was, and I am really happy that he had a great catch. And first of all, Sijilupa have done a first over in 6 without any trouble. Please make it fast. മാന്ത്രികം തീർക്കുന്ന ആശാനത്തിന്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മറ്റൊരു ബൗളേഴ്സിന്റെ ആശാനായി മാറുവാൻ. Perfect one on the block all straight to the bowlers and Cuckoo. Trying for a biggie one, but started shot into the mid-wicket region. Chases single on the scorecard. Miracle Sambakara. ഈ ടീമിനെ അങ്ങനെ പറഞ്ഞ് എഴുതിക്കൊള്ളുവാൻ കഴിയില്ല. 6 പ്ലേയേഴ്സിനെ വെച്ച് ഇന്നലത്തെ ഒരു ദിവസത്തിൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വന്ന ടീമാണ്. That's Waigeri shot. വൈകാരികമായി നേരെ ഫീൽഡറിന്റെ കൈകളിൽ ഗ്രൗണ്ടറായി പതിക്കുന്നു. Just a single anticipation. The batter is trying for a maximum, but the bowler swings other way to pull away against in this wicket. That's top class to watch out. That's flattened one. That's straight to the bowler's hand. ആവേശങ്ങളുടെ ആരവങ്ങൾ തീർക്കുന്ന ഗ്രൗണ്ടും ഒപ്പം കാണികളും മത്സരങ്ങളും 7 അടവുള്ള മഴവില്ല് തീർക്കുന്നു. ഇത്രമേൽ ഭംഗി എന്ന് ചോദിക്കേണ്ടി വരും. 7 അടവുള്ള മഴവില്ല് പോലും തീർക്കാതത്ര ഭംഗി ഈ ഒരു നിമിഷം കാണേണ്ടി വരുന്നു. Rahul and Joseph comes to the bowling end. Over number 3. First ball, Gigi on the striking end.
ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ആശാനല്ല, ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലും ജിതി ആശാൻ സംതിങ് ആശാനെ തല്ലി എന്ന ആശാൻ പിള്ളേരെ തല്ലി എന്ന് നാളത്തെ പത്രത്തിന്റെ തലക്കെട്ടായി മിറാക്കിൾ സെമ്പക്കർ എഴുതി ചേർക്കും. 6 and number 1 from the blade of Gigi Mon Joseph. Shot to the onside. Ashir the man collecting the ball, looking for a double. Gigi will trouble not. Big swing, not connected well. That's beautiful by Rohit. Gigi on the striking end once again. That's beautiful placement to the offside and just a placement into the fielders and looking for another one, but 3 over പൂർത്തിയാകും 26-2. ജഗജാല കില്ലാടിയായി മാറുന്നു. വിരുന്നൊരുക്കുന്ന പാമ്പാടിയുടെ നഗരങ്ങളിൽ ക്രൗഡിൽ നിൽക്കുന്ന കാണികൾ നൃത്തച്ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തെ കളറും കളർഫുള്ളമാക്കിക്കൊണ്ടിരിക്കുന്നു. Round appeal into the middle, but up and not interested by Isakov from the moving side. That's into the skies and landed safely. That's landed and dancing into the ground and make it double in this occasion, making for a count on number 3. Count on number 3 and make it easily. That's the clicks. There's the clicks into the score like there's the single. Enter to over number 4, 38-2. Sayana Sandhu കളറാക്കി മാറ്റുവാൻ grand finale here. GT swings it but not connectable. That's not ball in this occasion. മത്സരത്തിന്റെ ഗതിയുടെ എഴുത്ത് മാറുമ്പോൾ എഴുതി തീർക്കുന്ന കഥകൾക്കും രചിച്ചു തീർക്കുന്ന കവിതകൾക്കും അപ്പുറം എവിടെ ക്രിക്കറ്റിന്റെ വിരുന്നിലായി വന്ന മൂർച്ച കൂട്ടേണ്ടി വരുന്ന ഈ നിമിഷം. അബി once again Gigi against. That's grounded one to the onside. Looking for a double. Great piece of toy in the side. And YKD departs. One more wicket down. മഞ്ഞക്കുപ്പായക്കാരന്റെ തിമിർത്താടുന്ന നൃത്തച്ചുവടുകൾ റാഫിയുടെ ക്രിക്കറ്റ് വേൾഡ് പേജിൽ ഒരു പക്ഷേ നാളെ വൈറലായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജേഴ്സി നമ്പർ 77, the man in the spectators inside, the man in the crowd. Thank you man for making. Oh, that's beautiful one. തന്ത്രങ്ങൾക്ക് മേൽ അടവുകൾ പയറ്റുന്നവൻ സിജിലിപ്പ. കൂർമ്മ ബുദ്ധിക്കാരനായ വിക്കറ്റ് കീപ്പിംഗിന് പുറകെ സിജിലിപ്പ. Something tells against this time. That expression of Sijilika was an amazing expression. I think he did a lot of applause to Sijilika. Absolutely brilliant. And wicket number 4 down. Takers landed 1 pound signal out of the scoreboard. Ground in the University. Miracle Sambakariയുടെ ആരാധകർ. Ground in the University. Legends are waiting ആരാധകരുടെ നൃത്തച്ചുവടുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ക്രിക്കറ്റ് പ്രേമികൾ. Wow, that's colorful in the ground. That's another one. Beautiful shot to the onside. That's brilliant. Now looking for the double. Cuckoo swings a great throw to Sijilipa and We're coming from Kollam and I'm coming from all the way from Mumbai. So this is the first time I'm having a match really in our IT college, and I love you all the spectators out there. Amchi Mumbai, just as I say in Mumbai, Amchi our IT college ground. What's up everybody?
Thank you, Sophie, for your wonderful goals for us. Oh my goodness. ആരാധകരുടെ ഒരു Number 1, Digimon, the cutter specialist, will be starting the procedure. Ashana in the bowling department. Batting department, Adukumil Pravirikuan Shidilipa. Shidilipa, Idandapa, Adangapa, Shidilipa, Kalbata. What a shot is shot from the man, Shidil. The man, Manarkar in the Manimutta. Number 1 in Kerala tennis cricket. ഒരിക്കൽ കൂടി തന്റെ പേര് ചരിത്രമായി ഇവിടുത്തെ ഗ്രൗണ്ടിൽ തെളിയിച്ചു വെക്കുന്നു. That was it. My goodness. Unbelievable. തലയിൽ കൈവച്ചു പോകുന്ന ഈ ഒരു നിമിഷം ജിജി ആശാന്റെ അപകടം വിതച്ച ബോൾ വിക്കറ്റ് കീപ്പർ മിസ് ചെയ്യുന്നു. ജിജിമോൻ ജോസഫ് എന്നെ അടക്കി ഭരിക്കുന്ന മജീഷ്യനാണ്. ഖത്തറിന്റെ സ്പെഷ്യലിസ്റ്റ്, ഖത്തറിന്റെ നമ്പർ 1, the man making the ball with his heart in Kerala tennis cricket. Another one, another beauty. Digimon Joseph, another good delivery. That's a feather to six. Spectators in the court, അവിടെ വന്ന് ഗ്രൗണ്ടിൽ നിന്ന് ജോഷിയെ പിടിച്ചെടുക്കുന്നു. But Shidilipa still there. That's why I say cricket is an unpredictable match. Yes, cricket is unpredictable. Good evening once again. We are in the grand finale of RPL season 4. അതിന്റെ പ്രൗഢഗംഭീരമായ മുഹൂർത്തങ്ങളുടെ തിരശ്ശീല വീഴുവാൻ കാത്തുനിൽക്കുന്ന അങ്ങ് അറബിക്കടലിൽ അസ്തമിക്കുവാൻ നിൽക്കുന്ന പടിഞ്ഞാറ് അസ്തമിക്കുവാൻ നിൽക്കുന്ന സൂര്യന്റെ ചൂടിന്റെ കിരണങ്ങൾ മങ്ങി തുടങ്ങുമ്പോൾ വിക്കറ്റ് നമ്പർ 1 down. Beautiful, outstanding delivery to end up over number 1, 7 for 1, and Shidilipa. മനസ്സിലുറപ്പിച്ച തന്ത്രങ്ങളും മനസ്സിലുറപ്പിച്ച മന്ത്രങ്ങളും ഇന്ന് ഒരിക്കൽ കൂടി ഈ കുച്ചാപ്പിക്കായി നേടിക്കൊടുക്കണമെന്നുള്ള ഒറ്റ നിർബന്ധത്തിൽ ഒരു രാത്രിയിലെ ഉറക്കം കളഞ്ഞെത്തിയവൻ മണ്ണാർക്കാടൻ പോയി Shidilipa. Landed safely. അപകടം വിതയ്ക്കുന്ന അപകടകരമായ ബോൾ തലവേദന ഒഴിഞ്ഞു മാറുന്ന രൂപത്തിന്റെ ആദ്യ ബോൾ. ആ കാണികളുടെ ഇടയിൽ നിന്നും 2 താരങ്ങളുടെ നൃത്ത ചുവടുകൾ കാണാം. അവരിൽ തമ്മിലൊരു വാശിയുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ? As they are making complete entertainment in the ground. ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന സ്പെക്ടേറ്റേഴ്സ് ഉണ്ടപ്പോൾ കളിക്കാൻ ഒരു ത്രിൽ അല്ലേ ഗായ്സ്? പിന്നല്ല. And 8 for 1 Robert Kuku. Oh, that's a beautiful delivery to ball. Miracle സംഭവിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്നലെ ഒരൊറ്റ ബോളിൽ 8 റൺ വരെ അടിച്ചതിന്റെ ചരിത്രമുള്ള ടീം മിറാക്കിൾ സംഭകര. Kuku and the skies. Asha makes no mistake and gone. Wicket number 2 down. Legends are IT under pressure. That moment is heartbreaking. Vishnu is a new batter. Chase a single line to the scorecard and Shidilipa back to the strike. Under pressure and the trouble. It's landed safely. One more to go in this situation. ഒരു ബോൾ കൂടി ബാക്കിയാകുന്ന രണ്ടാമത്തെ ഓവറിന്റെ വിധി എഴുതി തീർക്കുവാൻ സ്കോർ കാർഡിൽ 10-2. Big swing, end of the over. 2 over done. 10 for 2. Make it fast. And coming back to the game, 2 over done. 10 for 2, under pressure by Legends RID. Waigiri comes to the bowling and please ask boundary line Arigal and JC Balannu Purrakotte Bagu. Waigiri on the bowling end. First ball.
Beautiful delivery to start from the man. First ball started with a dot. പ്രാർത്ഥനകൾ ഒരുപാട് അധികമാകുന്നു. പ്രാർത്ഥനയ്ക്കായി കാത്തിരിക്കുന്ന ലെജൻസ്. അറബുവാളിനാൽ മുറിച്ചിട്ട് ഇടിച്ചു പരത്തിയെടുത്ത വർണ്ണക്കടലാസുകൾ പൊടിഞ്ഞെടുത്ത ഷോട്ട്. That's number 1 in this tournament. What a shot from the man Sijilipa. Mannakkad boy. Oh, that's another one, but not connected Vaigeri. ഒരു വൈകാരികത തീർക്കുവാൻ സിജിലിപ്പ എന്ന ആ അപകടകാരിക്കെതിരെ വളരെ കൃത്യമായ ഒരു പ്ലാൻ വരയ്ക്കുന്നു. അങ്ങനെ എളുപ്പമല്ല ജിജി ആശാന്റെ തന്ത്രങ്ങൾ. ഒരു പക്ഷേ ഉള്ള കളിക്കാരെ വെച്ച് മാത്രം കളിപ്പിക്കുന്ന നമ്പർ 1 ആശാൻ, നമ്പർ 1 magician Gigi. Something advice for the bowler Vaigeri. That's a pitch into the gap, finding the gap in between the field and fumbles. That makes it boundary on the scorecard. That's boundary from the scorecard and make it another one. And look at the scorecard now moves on to 20 up. 14 ball for 28 to win. 14 ball 28 വിജയലക്ഷ്യമായി മാറുന്നു. 14 ball 28 to win. Sijilipa on the striking and Vaigeri with the ball. 2 ബോളുകൾ ബാക്കിയാകുന്ന മൂന്നാമത്തെ ഓവർ. Shot one and that's all the way. 1 more sixer for the man. ഇക്കച്ചാപ്പിക്കായി നെഞ്ചകത്തേക്ക് ആരുടെ തറക്കല്ല് വീഴാലും ആ തറക്കല്ലുകൾക്ക് അതിനപ്പുറം മറ്റൊരു ചിന്തയുണ്ട് സിജിലിപ്പയുടെ നെഞ്ചകത്തിൽ. അത് സിക്സറുകളായി പിറവിയെടുക്കുന്നു. That's quality. Outstanding. ഒരു പക്ഷേ no ball is a call. Overstepping from the bowling department. A free hit delivery coming up. കണ്ടുനിന്നവനും കളിക്കാരനായി മാറുന്നു. ഇതുവരെ സിജിലിപ്പയുടെ ബാറ്റിംഗ് പ്രകടനം കണ്ടുനിന്നവനും അവസാനം കളിക്കാരനായി മാറുന്ന ഈ ഒരു നിമിഷത്തിൽ ഇനി 2 ഓവറിൽ വിജയലക്ഷ്യമായി മാറിയെടുക്കേണ്ടത് 14 റൺസ് മാത്രം. ഇനി 2 ഓവറിൽ വിജയലക്ഷ്യം 14. എന്തായി ഏതായി എങ്ങനെയായി എങ്ങോട്ട് ചലിക്കും? എന്ത് അൺപ്രഡിക്റ്റബിളായി മാറുന്നു. എന്തും ഏത് നിമിഷവും മാറിമറിയുന്ന സ്കോർ കാർഡിന്റെ ഗതി വിവരങ്ങൾക്ക് മഞ്ചേശ്വരത്തിന് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താകും ഏതാകും വിധിയാകും കാത്തിരിക്കാം. സിജിലിപ്പ ഓൺ ദി സ്ട്രൈക്ക്. ഇത് ബ്രഹ്മയുഗമാണ്. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഇത് ബ്രഹ്മയുഗമാണ്. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഷോട്ട് നമ്പർ 1. That's a helicopter. Frame the middle of the bat and gets it down the wrong line. I'll make it another one. That's beautiful. Nice weather. Sijilipa just a 4 to win. Wow, the man, genius, absolutely a genius. The motoring boy, the glory of Palakkad, the glory of Kerala tennis ball cricket. So that's beautiful. Another one. Sijilipa. എന്തിനു മുമ്പിൽ സമമായി വെക്കേണ്ടി വരും? എന്തിനു മുമ്പിൽ തുല്ലിക്കേണ്ടി വരും? ഈ ഒരു നിമിഷം 5 for 2. Just a 3 to win 9 balls to go. 47. They are making the party. What an outstanding moment. Such a beautiful moment. The teams are making the party. കുളിക്കേണ്ടി വരുന്നു. അഭ്രംശമായി സ്പർശിക്കേണ്ടി വരുന്ന ഈ ഒരു നിമിഷത്തിൽ എന്തുമേലും ഈ ഒരു ഗ്രൗണ്ടിന് മുമ്പിൽ കടപ്പുഴകി വീണു പോകുന്നു. പാലക്കാടിന്റെ പൊന്നോമന പുത്രനായി മണ്ണാർക്കാടിന്റെ മണിമുട്ടായി വന്നവൻ ലെജൻസ് RITയുടെ കൊമ്പനായി കൊലകൊമ്പനായി കേരളത്തെ ഇറക്കി ഭരിക്കുന്നവൻ മണ്ണാർക്കാട്
man making the colorful, this man making the one to believe in. നമ്മോടൊപ്പം ചേരുന്ന ഈ ഒരു മൊമെന്റ് ഇവിടെ സമ്മാനിക്കുമ്പോൾ കണ്ണൊഴുക്കുകയാണ്, കണ്ണീരൊഴുക്കുകയാണ് നമ്മുടെ കൊച്ചാപ്പിയുടെ ശിഷ്യ. ഈ ഒരു നിമിഷം കണ്ണീരൊഴുകി പോകുന്ന ധന്യമുഹൂർത്തങ്ങൾ പോലും അത്രമേൽ സങ്കടകരമാണ്, അത്രമേൽ സന്തോഷകരമാണ്. എന്തും ഏതും ഈ ഭൂമിക്ക് മുമ്പിൽ ആകാശത്തിന് കീഴെയുള്ള ഏതൊരു മണ്ണും ഏതൊരു ഗ്രാമം അടക്കി ഭരിച്ച പാലക്കാടിന്റെ പൊന്നോമനപുത്രൻ ഇവിടെ ഒരാളുടെ സ്മരണയ്ക്കായി ഈ കിരീടം ഉയർത്തി കൊടുക്കുമ്പോൾ എന്ത് പറയും, ഏത് പറയും? ഈ ഒരു നിമിഷം എന്താണ് പറയുവാനുള്ളത്, എന്താണ് പറയുക? Something to the champion sister will be tell something about this match. Wants to say that my brother up above will be watching this whole match and he'll be very happy, and on behalf of him I'm really happy, and big thanks to Shijappa for getting us this trophy. You earned it and I thank you so much. We did it, guys. Thank you everyone for wonderful support for this tournament. We all supported for this tournament. Very, very thankful and such a pleasure in the commentary box. And from Kollam, and I'm very grateful. In the Kerala, വിവിധ ഗ്രൗണ്ടുകളിൽ ഇതിനെ വന്നിട്ട് സന്തോഷം എല്ലാ ടൂർണമെന്റുകളുടെയും അമ്മാർ സഹോദരന്മാർ. പക്ഷേ ഇത്രമേൽ സന്തോഷകരമാണ് ഒരാളുടെ സ്മരണയ്ക്കായി നടത്തിയ ടൂർണമെന്റ്. അതേ ടീം അവരാ കിരീടം ഉയർത്തുമ്പോൾ അതിന് ഇത്രമേൽ ഭംഗിയാക്കുവാൻ സാധിച്ചത് I am very pleasure. Thank you Jishnu Bhai and Legends RIT RPL Season 4, and also the man behind the cameraman Rafi Kikwel. Thank you Rafi, and who everybody ആ ഡാൻസുകൾ ചേട്ടന്മാർക്ക് നന്ദി അറിയിക്കുന്നു. ഇവിടെ കളി കാണുവാൻ വന്ന മുഴുവൻ വ്യക്തികൾക്കുണ്ടെന്ന് ഇനി ആര് ഇവിടേക്ക് വന്നാലും പോയാലും ഏറ്റവും കൂടുതലായി നന്ദി അറിയിക്കുന്ന പല മുഹൂർത്തങ്ങളും. Thank you everyone, each and everyone making the party here at the ground. Kottayam RIT Legends RIT, they are completely in the ground. Thank you everyone. ഇനി നമുക്ക് മറ്റൊരു പ്രീമിയർ അഞ്ചാമത് എഡിഷനിൽ കാണാം. അതുവരേക്കും ഈ ക്ലോസിംഗ് സെറമണിയിലേക്ക് പോകാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ ടു ക്രിക്കറ്റ്. നമുക്ക് നമ്മുടെ കൊച്ചാപ്പിക്ക് വേണ്ടി ഈ കപ്പ് അടിച്ചു തന്ന ലെജൻസ് ആർഐറ്റിക്ക് വേണ്ടി കളിച്ച 11 പ്ലേയേഴ്സിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എത്ര വാക്കുകളുകൊണ്ട് എന്ന് പറഞ്ഞാലും മതിയാകാത്ത മനുഷ്യൻ നമ്മുടെ അടുത്തുണ്ട്. ശില്പ അദ്ദേഹത്തിൻ്റെ എനിക്ക് പറഞ്ഞറിയില്ല. നമ്മുടെ കൊച്ചാപ്പിക്ക് വേണ്ടി നടത്തിക്കളി നമ്മുടെ ശില്പത്തിൻ്റെ അച്ഛൻ്റെ സ്വർണ്ണാർത്ഥമുള്ള ട്രോഫി, ആ ട്രോഫി ഇവിടുന്ന് പോകാതെ നമ്മുടെ നാട്ടിലെ വ്യക്തിയാണ്. ഒരുപക്ഷെ ശില്പയുടെ ക്രിക്കറ്റ് കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു മുഹൂർത്തമായിരിക്കും. കാരണം ഒരുപാട് ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്, കപ്പടിച്ചിട്ടുണ്ട്, എല്ലാം നേടിയെടുത്തിട്ടുണ്ട് തന്നെ ടീമിന് വേണ്ടി. പക്ഷേ ഇത് ശില്പയുടെ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ്. മാമനൊന്നും പറയാനില്ല. മാമന്റെ ഹൃദയം ഫുൾ അവിടെ ഉണ്ട്. പുള്ളിക്ക് ഇന്നുണ്ടല്ലോ, പുള്ളി ഇന്നലെ അവിടെ ഫൈനൽ കയറി നിന്നിട്ട് പുള്ളിയുടെ ഓടി നമുക്ക് വേണ്ടി കളിച്ചാൽ വാക്ക് പറഞ്ഞ വാക്കാണെന്നുള്ള കാര്യത്തിന് ഏറ്റവും വലിയ ഉദാഹരണം പാലക്കാടൻകാരൻ. കറക്റ്റ് ആ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പുള്ളി വരുമെന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ പല ഐക്കൺസിനെ സെറ്റ് ചെയ്ത് ഐക്കൺസ് മാറിപ്പോയ ഒരുപാട് കേസുണ്ട്. അവർക്കൊക്കെ ഉണ്ടല്ലോ മാറ്റി നിർത്തി ഏറ്റവും വലിയ ഉദാഹരണം പറയുന്ന വാക്കിന് വില തരുന്ന ഒരു ഏറ്റവും വലിയ മനുഷ്യൻ പാലക്കാടൻകാരൻ. അതിനൊക്കെ ഒരു മാറ്റം. ഇത് നമ്മുടെ കൊച്ചാപ്പിയുടെ ജ്യേഷ്ഠനാണ്
ഇതാണ് മൊമെന്റ്, ഇതാണ് കണ്ണീരൊഴുകുന്ന നിമിഷമാണ്. ഇതൊക്കെ കപ്പിന്റെ പേരിൽ ഭയങ്കര. കാരണം അദ്ദേഹം വരുന്നത് അബുദാബിയിൽ നിന്ന് നേരെ കാസർഗോഡ്, അവിടെ നിന്ന് ഇന്നലെ നേരെ ട്രെയിന് ഉറക്കില്ല, നേരെ ഗ്രൗണ്ടിൽ ഇവിടെ വന്ന് ഫസ്റ്റ് മാച്ച് ഒരുപക്ഷെ കളിക്കാൻ പറ്റില്ല. വന്നപ്പോൾ പോലും പലരും പറഞ്ഞു ഇവൻ എന്താണ് ഏതാണെന്ന് ചോദിച്ചവരുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നീട് ഒരു എന്താ പറയാ ചരിത്രമാണ്, അത്രമേൽ കിടിലാണ്. ഇനി ശിജിലിപ്പോൾ എന്താ പറയാനുള്ളത് ഈ ഗ്രൗണ്ടിനെ പറ്റിയും ഒപ്പം ഈ ടീമിനെ പറ്റിയും ഈ ടൂർണമെന്റിനെ പറ്റിയും നമ്മുടെ കൊച്ചാപ്പിയെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല ടൂർണമെന്റ്, അതിനുവേണ്ടി എല്ലാവരും നല്ല സപ്പോർട്ട്, അതാണ് കളി ജയിക്കാൻ കാരണം. ഇത്രയും സപ്പോർട്ട് ഇതുവരെ കളിച്ചിട്ട് ഇത്രയും സപ്പോർട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മളുടെ പ്രൗഢഗംഭീരമായ ടൂർണമെന്റിന്റെ ഗ്രാൻഡ് ഫിനാലെയും കടന്നു പോകുമ്പോൾ ഈ ഒരു നിമിഷം അത്രമേൽ സുന്ദരമാക്കി തീർത്ത എല്ലാ കളിക്കാർക്കും ടീം ഓണേഴ്സിനും ഒരുപാട് സന്തോഷം. And we are moving on to the closing ceremony. Thank you everyone. നമ്മളുടെ ടൂർണമെന്റിന്റെ ഔപചാരികമായ ഈ ക്ലോസിംഗ് സെറമണിയിലേക്ക് കടന്നു വന്ന രേഖപ്പെടുത്തുന്ന please come to the podium. Praveen, the man making a wonderful batting display in this tournament. Congratulations, tournament in the best batter, RPL season 4 in the best batter. Wow, the man. ഒരുപാട് ഐക്കൺ പ്ലേയേഴ്സ് വന്നു പോയപ്പോഴും ഒരു കോട്ടയംകാരനാണ്. ഒന്ന് കൈയടിച്ച ഒരു കോട്ടയംകാരന്റെ ബെസ്റ്റ് ബാറ്ററായി മാറുന്നത് ബെസ്റ്റ് ബൗളർ. And the man കളിച്ച മത്സരങ്ങൾ ഒരു പാലക്കാടുകാരനെ ഷിജിലിപ്പയെ പോലും ഒരു കാഴ്ചക്കാരനാക്കി ആദ്യ 3 മത്സരങ്ങൾ തകർത്താടിയതാണ്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അപകടകാരിയായി RPLന്റെ ഓഫീസ് ടൂർണമെന്റ് Cuckoo Legends RIT. പല ഓൾ കേരള ഐക്കൺസിന് മുമ്പിലും ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കുന്തമുനയായി നിന്ന ബൗളർ ഇദ്ദേഹത്തിനെ പറ്റി ഒരിക്കൽ കൂടി പറഞ്ഞു പോകുന്നതിൽ ക്ഷമിക്കണം. അദ്ദേഹം വരുന്നത് 4 ദിവസങ്ങൾക്ക് മുമ്പ് അബുദാബിയിലാണ്. അവിടെ നിന്ന് നേരെ ഫ്ലൈറ്റ് എടുത്ത് കാസർഗോഡ് ലാൻഡ് ചെയ്യുന്നു. ആ കാസർഗോഡ് നിന്ന് വിളിച്ചപ്പോൾ തന്നെ, അതായത് നമ്മുടെ കൊച്ചാപ്പികയിൽ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഞാനുണ്ടാകും, അതിന്റെ ഉറക്കം പോലും പറഞ്ഞ് ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ ഇന്ന് കേരളത്തിന്റെ ഓൾറൗണ്ടേഴ്സിന്റെ നല്ല കേരളത്തിന്റെ പ്രീമിയർ സ്കൂളിൽ പകരം വെക്കുവാൻ മറ്റൊരാളില്ലാത്ത താരം Congratulations, Silpa. What a player. Outstanding. The tournament in the runners-up trophy is sponsored by Sony Varga. Thank you, sir. ഒരിക്കലും മറക്കുവാൻ കഴിയില്ല കൊച്ചാപ്പിയുടെ പേരിൽ നടത്തിയ ഈ ടൂർണമെന്റിന് താങ്കളുടെ സപ്പോർട്ട്, ഈ ഒരു മൊമെന്റ് നമുക്ക് ഇവിടെ നൽകിയത് താങ്കളുടെ സ്നേഹമാണ്, താങ്കളുടെ നന്ദിയാണ്. താങ്ക് യു സർ. സോണി വാർക്കന്റെ ഓണർ. ഇനി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. അതിനുമുമ്പ് ഒറ്റ വാക്ക് പറയാം. ആദ്യ ദിനത്തിൽ കളിച്ചത് വെറും 6 പ്ലേയേഴ്സിനെ മാത്രം വെച്ച്. നമ്മൾ ഈ 2 ദിവസം നമ്മുടെ ഈ ടൂർണമെന്റിൽ ഏറ്റവും നല്ല രീതിയിൽ കമന്ററി നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്ത നമ്മുടെ ഇർഷാദിനെ ക്ഷണിക്കാണ് ഒരു സ്നേഹോപകാരം സ്വീകരിക്കാനായിട്ട്. അത് നൽകാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വിജിക്കുന്നത് കമന്റ് തന്നെ ക്ഷണിക്കാം പ്ലീസ്. ഒരു നല്ല കൈയ്യടി കൊടുക്കാം ഇർഷാദിന്. ഇത്രയും ദിവസത്തെ കമന്ററികളുടെ എല്ലാവരെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നൽകി ഇർഷാദിന് ഒരു നല്ല കൈ. Only because of Irshad ആണ്. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ള റീസൺ ഓരോ മാച്ച് കഴിഞ്ഞപ്പോൾ അത് വാശിയേറിയ അത് ഓരോ മൊമെന്റ് പെർഫെക്റ്റ് ലൈൻസ് പിക്കപ്പ് ലൈൻസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ പറഞ്ഞ ഇർഷാദിന് എനിക്ക് ബിഗ് താങ്ക്സ്. ആൻഡ് എസ്പെഷ്യലി നമ്മുടെ ബാക്ക് ഫുള്ളി വെയിലത്ത് നിന്നിട്ട് നമ്മുടെ ഫുൾ ഷൂട്ട് ചെയ്ത് എസ്പെഷ്യലി റാഫിക്കും ബിഗ് താങ്ക്സ്. യു ഗൈസ് മേഡ് ദിസ് മാച്ച് എ ഗ്രേറ്റ് ഇവന്റ് ടുഡേ ആൻഡ് ഐ ആം വെരി താങ്ക്ഫുൾ ടു യു ബോത്ത്. വ്യക്തി കൂടിയുണ്ട്.
താങ്ക് യു. ഈ ഒരു മൊമെന്റ് സ്വീകരിക്കുമ്പോൾ നമ്മളെ ലിറ്റിൽ ഗേൾ will be joining this session. Thank you everyone. ഇതൊരു ഉയർത്തുന്നു, നേടുന്നു എല്ലാം ഒറ്റ വ്യക്തികൾക്കായി. ഇനി ഒരു ഇങ്ങനെ ഒരു കളി നടക്കും. പക്ഷെ ഇത് കാണുവാൻ ആള് വേണമെങ്കിൽ എന്ത് വേണം? ആരാധകർ വേണം. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന പാമ്പാടിയുടെ മുഴുവൻ ആളുകൾക്കും, ക്രിക്കറ്റിന്റെ മുഴുവൻ ക്രിക്കറ്റ് ആരാധകർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഈ ഒരു വിറ്റ്നസ് ഈ ഗ്രൗണ്ടിൽ എത്തിയതിൽ താങ്ക് യു. RPL സീസൺ 4 ഇനി അടുത്ത സീസൺ 5 കാണാം. അതുവരേക്കും അതിന് ഈ ടൂർണമെന്റിന്റെ നന്ദി പറയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജില്ലാ മെമ്പറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആളുകളായിട്ട് വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഒപ്പം ഇതിനുവേണ്ടി ആദ്യാവസാനം ഏറെ വേർപ്പൊഴുകിയ നമ്മുടെ ലെജൻഡ് സൊസൈറ്റിയുടെ എല്ലാവർക്കും ഉള്ള നന്ദിയും, ഒപ്പം ഈ ഗ്രൗണ്ട് നമുക്ക് വേണ്ടി വിട്ടുതന്ന RIT യോടുള്ള നന്ദിയും ഈ അവസരത്തിൽ